നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അങ്ങനെ കെ രമ കാത്തിരുന്ന ആ വിധി എത്തുകയായിരുന്നു. അതിനുശേഷം കെ രമ തനിക്ക് പറയാനുള്ള, താൻ ഇത്രയും നാൾ കാത്തിരുന്ന ഈ കേരളത്തിനോട് വിളിച്ചു പറയാനുള്ള പല കാര്യങ്ങളും തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അവർ പങ്കുവച്ചിരുന്നു. കേരളം ഉറ്റുനോക്കിയ ആ കുറിപ്പ് ഇങ്ങനെയാണ്: അധികാര ഭ്രമത്തെയും പണക്കൊഴുപ്പും കൊണ്ട് ഏത് വ്യവസ്ഥയും വിലയ്ക്ക് വാങ്ങാമെന്ന CPM മാടമ്പി നേതൃത്വത്തിന്റെ ദുസ്സഹ വാഴ്ചയ്ക്കെതിരായ വിധിയാണ് അക്ഷരാർത്ഥത്തിൽ TP കേസിൽ ഉണ്ടായത്. ജയിലുകളിൽ സമാന്തര ഭരണം നടത്തുന്ന CPM തടവുപുള്ളികൾക്ക്, പ്രത്യേകിച്ച് TP കേസ് പ്രതികൾക്ക് മദ്യവും മയക്കുമരുന്നും യഥേഷ്ടം ലഭിക്കുന്നതും മൊബൈൽ ഫോൺ പോലെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് സ്വർണ്ണക്കടത്തടക്കമുള്ള മാഫിയ ബിസിനസ് നടത്തുന്നുവെന്നുമുള്ള വാർത്തകൾ നിരന്തരം വന്നു. ഒന്നും മറക്കില്ല ഈ നാട്. അന്യായമായ പരോൾ ലഭിച്ച ഇവർ പാർട്ടിക്കാരുടെ പിന്തുണയിൽ വിലസി നടന്നു ഈ നാട്ടിൽ. അത് ഈ നാട്ടിലുള്ളവർ കണ്ടതാണ്. സത്യത്തിൽ ഇവരൊന്നും തടവ് ശിക്ഷ അനുഭവിക്കുകയായിരുന്നില്ല. ഒരു അവധിക്കാലം എന്ന പോലെ ജയിലിൽ ജീവിതം ആസ്വദിക്കുകയായിരുന്നു. മനുഷ്യാന്തസ്സിന്റെയും ആത്മാഭിമാനത്തിന്റെയും മാത്രമല്ല, നീതിബോധത്തിന്റെയും ഇടനെഞ്ചിൽ ചവിട്ടി അരച്ചാണ് ജനപ്രതിനിധികൾ ഒത്താശക്കാരായി നിന്ന കൊലക്കേസ് പ്രതികളുടെ കല്യാണ മാമാങ്കം കൊണ്ടാടിയത്. നാവിൻ തുമ്പിലെ നേതൃനാമങ്ങൾ പുറത്തു വരാതിരിക്കാൻ CPM ജില്ലാ സംസ്ഥാന നേതാക്കൾ ഈ കൊട്ടേഷൻ ഗുണ്ടകളെ ഊട്ടിയും ഉടുപ്പിച്ചും താലോലിച്ച് പരിപാലിച്ചതിന്റെ വിഷ്വലുകൾ എല്ലാ ചാനലുകളിലെ സ്റ്റുഡിയോകളുടെ ആർക്കൈവ്സിൽ ഇപ്പോഴും കാണാം. ഒന്നും മറക്കില്ല ഈ നാട്. അടുത്ത കുടുംബക്കാരുടെ പോലും മരണച്ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്ത കോവിഡ് നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി കുഞ്ഞനന്ദന്റെ മരണാനന്തര ചടങ്ങുകൾ മാമാങ്കമാക്കിയ ഈ നാട് കണ്ടതാണ്. എന്നിട്ടും നാണമില്ലാതെ കണ്ണടച്ചിരുട്ടാക്കി ഞങ്ങൾക്ക് ഈ കൊലയിൽ യാതൊരു ബന്ധമില്ല എന്ന കൈകഴുകി മലർത്തുന്നവരുടെ നിഷ്കളങ്കതാ നാട്യങ്ങളെ ഈ നാട് ഇനിയും വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. പ്രിയരെ, ഭരണവും പണവും ജനസ്വാധീനവും വൻ നിയമവിദഗ്ധരുടെ പിന്തുണയുമുള്ള CPM പോലെയുള്ള ഒരു സംവിധാനത്തോട് ഏറ്റുമുട്ടാൻ ഇച്ഛധീരതയും ഇരുമ്പ് ചങ്ങലക്കൊളുത്തുപോലെ വിള്ളലില്ലാത്ത ഐക്യബോധവും നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസവും മനുഷ്യനെ പറ്റിയുള്ള ആയിരങ്ങളുടെ പിന്തുണയുമായിരുന്നു RMPIയുടെ ബലം. ജനസ്വാധീനം കൊണ്ടോ അധികാരം കൊണ്ടോ കേരളത്തിൽ RMPI ഒരു വലിയ പ്രസ്ഥാനമല്ല. എന്നിട്ടും ഈ നിയമ പോരാട്ടത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല. ഈ ധാർമ്മിക യുദ്ധത്തിനിറങ്ങുമ്പോൾ ഇനിയൊരു രാഷ്ട്രീയ കൊല നടക്കരുത്. അവസാനത്തെ സംഭവമാവണം TPയുടേത് എന്നാണ് RMPI കേരളത്തോട് പറഞ്ഞത്. പക്ഷേ വീണ്ടും നിരവധി ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ അരങ്ങേറി. നിരവധി യൗവനങ്ങൾ കൊലക്കത്തികളിൽ പിടഞ്ഞു. നിരവധി കുഞ്ഞുങ്ങൾ അനാഥമായി. വിധവകളും മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളും ഉണ്ടായി. TP കേസിന്റെ വാദത്തിനിടെ പ്രതിഭാഗത്തിന്റെ രാഷ്ട്രീയ കൊലകൾ കേരളത്തിൽ അസാധാരണമല്ലല്ലോ എന്ന ചോദ്യവും അതുകൊണ്ട് അവ നോർമലൈസ് ചെയ്യണോ എന്ന കോടതിയുടെ പ്രതികരണവും ഏറെ പ്രാധാന്യമുള്ളതാണ്. ഒത്തുതീർപ്പില്ലാത്ത നിയമ പോരാട്ടവും ജനകീയ പ്രതിരോധവും കൊണ്ടല്ലാതെ ഈ ദുരിതത്തെ ചെറുക്കാൻ കേരളത്തിന് കഴിയില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഇരകളായ മനുഷ്യർക്ക് വേണ്ടിയുള്ള വിട്ടുവീഴ്ച ഇല്ലാത്ത നിയമ പോരാട്ടത്തിനും കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കാനും ഈ വിധി പ്രേരണയാവട്ടെ. ഒപ്പം നിന്ന മുഴുവൻ ജനാധിപത്യ മനസ്സുകളെയും ഹൃദയത്തോട് ചേർക്കുന്നു എന്നാണ് സ്നേഹാഭിവാദ്യങ്ങൾ നൽകി കെ രമ കുറിപ്പിൽ പറയുന്നത്. എന്തായാലും മലയാളികൾ കാത്തിരുന്ന ഒരു വമ്പൻ വിധി, അതായത് 20 വർഷം, ഒരു മനുഷ്യായുസിന്റെ 20 വർഷം പുറം ലോകവുമായി ബന്ധമില്ലാതെ തടവറയ്ക്കകത്ത് കഴിഞ്ഞുകൊള്ളണം എന്ന കോടതിയുടെ വിധി. ഒരുപക്ഷെ മരണത്തെക്കാൾ നല്ലൊരു വിധി ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ്? ഇത്രയും നാളും ജയിലിൽ അനുഭവിച്ച ഒരു സുഖ സൗകര്യങ്ങളും ഉണ്ടാവുകയില്ല ഇനി. എന്തായാലും കരഞ്ഞ് കാലുപിടിച്ചിട്ടും തൂക്കുമരം കിട്ടാതെ അതിൽ നിന്നും രക്ഷപ്പെടുകയും ഇരട്ട ജീവപര്യന്തം ലഭിക്കുകയും ചെയ്തിരുന്നു കൊടിസുനി അടക്കമുള്ള പ്രധാന പ്രതികൾക്ക്. എന്തായാലും ഇന്നലെ രമ നന്നായി ഉറങ്ങി എന്നാണ് രമ പറയുന്നത്. എന്തായാലും ഇനിയും പോരാട്ടം തുടരുക തന്നെ ചെയ്യും.